ഇതെന്താ രാത്രി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്? എന്താണ് ഈ പാരാപ്പ സൺഗ്ലാസ് വെച്ചിരിക്കണത്? സാർ ഇത് സൺഗ്ലാസ് ആണോ വെച്ചേക്കണേ? ഞാനും കുറേ ദിവസമായി വിചാരിച്ചു സൺഗ്ലാസ് ആണല്ലോ ചിലത്. ഈ ഫ്രെയിമിലേക്ക് അങ്ങനെ പവർ ഗ്ലാസ് വെക്കാൻ പറ്റുമോ? പിന്നെന്താ സർ, നമുക്ക് ഇതിലെ പവർ ഗ്ലാസ് ആയിട്ട് ടിൻഡ് ചെയ്ത് വെക്കാം. ടിൻഡ് എന്ന് പറയുമ്പോൾ ഇത് പ്ലെയിൻ ഗ്ലാസ് ആയിരിക്കില്ല, സൺഗ്ലാസ് പോലെ തന്നെ. നമുക്കിപ്പോ ഗ്രീൻ ആണോ ഗ്രേ ആണോ ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ? അപ്പൊ അതിൽ ഏതാ ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് ചൂസ് ചെയ്തിട്ട് ഇതില് പവർ ആഡ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് കാണാനും പറ്റും അല്ലേ? കാണാൻ പറ്റും. നമുക്ക് പ്രോഗ്രസീവ് ലെൻസ് ആണെങ്കിലും സിംഗിൾഷൻ ലെൻസസ് ആണെങ്കിലും നമുക്ക് ഇൻ കേസ് പവർ ഇല്ല പക്ഷെ നമുക്കൊരു സൺഗ്ലാസ് ഇഷ്ടപ്പെട്ടു വേറെ കളറിൽ കിട്ടണം എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. സാറിന്റെ മെമ്പർഷിപ്പ് അപ്പൊ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് കിട്ടും. ഒരെണ്ണം ഫ്രീ ആയിട്ട് വരും. പിന്നെ തേർഡ് പ്രോഡക്റ്റ് തൊട്ട് നമുക്ക് 60% ഓഫർ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും എനിക്കിത് ഇഷ്ടമായി. അപ്പൊ എന്തായാലും ഇതെടുത്തോ. ഞാനിപ്പോൾ ഉള്ളത് കലൂരുള്ള ലെൻസ് കാർട്ടിലാണ്. ഞാനൊരു 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. എൻ്റെ ഒരു ദൂരക്കാഴ്ചയുള്ള ഒരു ഗ്ലാസ് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഐ ടെസ്റ്റ് എല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഫ്രെയിം സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിരൺ എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ കൂടി വന്നത്. കിരണാണ് എന്നെ ഈ ഫ്രെയിമൊക്കെ എടുക്കാൻ സഹായിച്ചത്. 2 ദിവസം മുമ്പ് ഞാനൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തായിരുന്നു. അത് ഭയങ്കര മനോഹരമായ ഒരു കല്യാണമായിരുന്നു. ഞാൻ ഈ ഗ്ലാസ് മേടിച്ചതിന് ശേഷമേ നമ്മൾ രാത്രിയും പകലൊക്കെ ഇത് വെച്ച് നടക്കുമ്പോൾ പല ആൾക്കാരും നമ്മളൊരു കൂളിംഗ് ഗ്ലാസും വെച്ച് രാത്രി നടക്കണം എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ നെഗറ്റീവായിട്ടും എന്നാൽ കുറേ ആൾക്കാർ നല്ലതും പറഞ്ഞായിരുന്നു. ഇത് എനിക്ക് വെച്ചതിന് ശേഷം കുറച്ചും കൂടി നല്ലതാണ്. നമ്മളിപ്പോൾ സാധാരണ ഒരു ഏജുള്ള ആൾക്കാരൊക്കെ സാധാരണ പവർ ഗ്ലാസ് ആണ് മേടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആൾക്കാർക്ക് അറിഞ്ഞൂടായിക ആയിരിക്കാം. അപ്പം എനിക്ക് ഈ അനുഭവം ഉണ്ടായത് കൊണ്ടിട്ട് എന്നാൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് ഇത് സ്റ്റൈലിഷായിട്ട് എൻജോയ് ചെയ്ത് ജീവിച്ചൂടെ എന്നാണ് ഞാനിതിലൂടെ പറയണത്. അപ്പം ഞാൻ നമ്മുടെ ഈ ലൈഫിൽ ഇതേപോലെ കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മളത് എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതിന് ഞാനൊരു ചെറിയൊരു സ്റ്റോറി ആയിട്ട് പറയാം. ഇതൊരു പഴയ സ്റ്റോറിയാണ്. അതായത് ഈ പണ്ടത്തെ കാലത്ത് നമ്മൾ ഗുരുകുലത്തിലൊക്കെയല്ല പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലുള്ള വിദ്യ അഭ്യസിക്കുന്നത് ഗുരുകുലത്തിലാണ്. അപ്പോൾ ഒരു ശിഷ്യൻ ഇതേപോലെ തന്നെ ഒരു ഗുരുകുലത്തിൽ ക്ലീനിങ് ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായി തുടക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു മനോഹരമായ വളരെയധികം പഴയ ഒരു പളുങ്ക് പാത്രം ഇയാൾ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ഇദ്ദേഹം ആകെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. ഗുരുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയും, അല്ലെങ്കിൽ പറഞ്ഞു വിടും. അങ്ങനെ കുറേ പ്രശ്നത്തിൽ ഇരിക്കണേ. അപ്പോൾ ഇദ്ദേഹം പറയാതെ 2-3 ദിവസം ഇത് ഇയാൾ ഊണും ഉറക്കമില്ലാണ്ട് ഇത് മനസ്സിൽ കിടന്ന് നെഗറ്റീവ് ചിന്തകളിങ്ങനെ വല്ലാണ്ട് അലർന്ന് പുള്ളി വളരെ അധികം അവശനായി. അതിനുശേഷം ഇയാൾക്കിത് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഗുരുവിനോട് പോയി പറയാം, എന്താ ശിക്ഷ കിട്ടിയാലും നമുക്ക് മേടിക്കാം എന്ന് കരുതിയിട്ട് പുള്ളി ഗുരുവിൻ്റെ അടുത്ത് പോയി പറയാനാണ്. അപ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് വിശദീകരിച്ചപ്പോൾ ഗുരു ഇയാളെ വളരെയധികം സ്നേഹത്തോടെ തോളിൽ പിടിച്ചിട്ട്, എടാ നിനക്ക് അത് പൊട്ടിപ്പോയപ്പോൾ വല്ല മുറിവ് എന്തെങ്കിലുമൊക്കെ പറ്റിയാ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉപദേശിച്ചാണ്. അപ്പോൾ ഇങ്ങേര് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നെ ഇപ്പോൾ വഴക്ക് പറയും അല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്നുള്ളതാണ് ഇങ്ങേരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ഗുരു ഞാൻ ഇതേപോലെ തന്നെ ഇത്രയും വലിയൊരു വിലപിടിപ്പുള്ള സാധനം പൊട്ടിച്ചിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശകാരം പോലും ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഗുരു അതിൻ്റെ മറുപടി പറയണത്, എടാ ഇതിന് ഒരു ഭൂമിയിൽ ഒരു സാധനം
എല്ലാത്തിനൊരു സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു നിലനിൽപ്പുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ ഇത് നശിക്കാൻ വേണ്ടി നീ ഒരു നിമിത്തമായതാണ്, അല്ലാണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ നിന്നെ വഴക്ക് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും നിന്നെ പുറത്താക്കി ചെയ്തിട്ട് എനിക്കോ നിനക്കോ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അപ്പോൾ നീ ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം കളഞ്ഞ് നീ വളരെയധികം പോസിറ്റീവായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ സന്തോഷമായിട്ട് ഇടപെടും എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കും ഇതേപോലെ ജീവിതത്തിൽ പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഉണ്ടാവും. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് തന്നെ ആലോചിച്ച് നടന്ന് വളരെ ലൈഫ് കുളമാക്കണ ഒരു പ്രശ്നം പലരും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് ഇതൊക്കെ വരും, നല്ലതും ചീത്തയൊക്കെ വരും. നമ്മൾ ഇന്നത്തെ ദിവസം എത്ര പോസിറ്റീവ് ആക്കാം, എത്ര നല്ലതാക്കാം എന്നും പറയും നമ്മളുടെ സുഹൃത്തുക്കളോടോ അല്ല ഫാമിലിയോടോ ഒത്ത് വളരെയധികം സന്തോഷമായിട്ടും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെയധികം മനോഹരമായി ചെയ്ത് തീർക്കുക എന്നാണ് ഞാൻ ഈ കഥ കൊണ്ട് പറയണത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.